ഇത് ഇന്ന് നിങ്ങളെ കാണിക്കുന്നതേ ഇത് ടൈലിട്ട ഒരു കോർണർ ഭാഗമായിരുന്നു വീടിൻ്റെ. അപ്പോൾ അത് അത്ര ഭംഗിയിലല്ല കിടന്നിരുന്നത്, ആകെ പുറ്റൊക്കെ ആയിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയപ്പോൾ എനിക്കും തോന്നി നമുക്കും ചെയ്താൽ ഭംഗിയാവില്ലേ. പക്ഷെ ഞാൻ ഇത്ര ഭംഗിയാവൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതിലിങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ചെറിയ ചെറിയ പോർഷൻസ് നമുക്ക് ചെയ്താൽ ഭംഗിയാക്കാമെന്ന്. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ പറ്റുമോ എന്താന്ന്. കാരണം ഞാൻ വിചാരിച്ചത് ഈ ഭാഗം നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല, കാരണം നിറച്ച് പുറ്റായിരുന്നു. മഴക്കാലമൊക്കെ ആയി ആകെ പുറ്റ് വന്നിട്ട് ഇങ്ങനെ ആകെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ട് അത് സ്ലോപ്പാക്കി. അപ്പോൾ ഇതങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരണേണ്ട. ഇപ്പം എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും, അതിൻ്റെ ഒരു ഭംഗി ഞാൻ തന്നെ ആസ്വദിക്കും ഇത് വന്നിട്ട്. ഇപ്പം ഇതിൻ്റെ മുന്നിലത്തെ ഒരു അവസ്ഥ ഈ 4 മാസം മുൻപാണ് കേട്ടോ ഞാൻ അതൊക്കെ ചെയ്തത്. അപ്പം ഇതിൻ്റെ മുൻപിലത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ഞാൻ വേറൊരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടു, ഇതുപോലെയായിരുന്നു ഇതിൻ്റെ മുൻപിലത്തെ അവസ്ഥ. കണ്ടു, ഇങ്ങനെ ഒരു കോർണർ തന്നെയായിരുന്നു അതും. അപ്പം ഇങ്ങനെ പുറ്റ് കിടക്കും, കുറേ ഉണങ്ങിയ ഇല കിടക്കും. ഉണങ്ങിയ ഇല കിടക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് വലിയൊരു മാവിൻ്റെ ചോട്ടിലാണ്. ഈ മാമ നിറച്ച് ഇത്തൽ കണ്ണിയായിരുന്നു. അപ്പം ആ ഇത്തൽ കണ്ണി ഇറക്കിയപ്പോഴാണ് ഇവിടേക്ക് നല്ല വെളിച്ചം കണ്ടത്. നിറച്ച് ഇത്തൽ കണ്ണി എടുക്കുന്നുണ്ട് ഉണങ്ങിയത്. അപ്പം അത് ഇറക്കിയപ്പോഴാണ് ഈ ഭാഗങ്ങളൊക്കെ ഇത്തിരി വെയിലൊക്കെ കൊണ്ടു തുടങ്ങിയത്. അതിൽ പിന്നെയാണ് ഈ ചെടികളൊക്കെ നല്ല ഭംഗിയായത്. കണ്ടത് ഇത് ഈ ഏരിയ അങ്ങനെ തന്നെയായിരുന്നു അല്ല. അപ്പോൾ അവിടെയും ഞാനിതുപോലെ കുറച്ച് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പറിച്ച് നട്ടതാണ്. അതുപോലെ തന്നെ ഈ ഏരിയ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് അകത്ത് കുറച്ച് നീങ്ങി നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കാരണം ആ ഇലയുടെ കളർ അങ്ങനെയല്ലേ, അപ്പോൾ നല്ല രസമാണ്. അപ്പം അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഇതിൻ്റെ കടക്കിലൊക്കെയാണ് നിറച്ച് ഞാൻ നട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കടക്കിൽ കുഴിച്ചിട്ടത്. ഇതിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ പഴയ ചെടികൾ എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്, അത് ഞാൻ പറിച്ച് കുഴിച്ചിട്ടതാണ്. അതിൽ ഈ ഒരു ഡബിൾ കളർ പോലെ ഒരു വെരിഗേറ്റഡ് കാണുന്ന ഈ ലീഫ്, അതിൻ്റെ ഒരു പയർ ഇവിടെയുണ്ട്. ഇത് മാത്രമാണ് ഞാൻ മുൻപ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ അതിൽ നിന്നൊന്നും ഇങ്ങോട്ട് പറിച്ച് നട്ടു, ചട്ടിയിൽ നിന്ന് പറിച്ച് നട്ടു. പിന്നെ ഇത് ഞാനൊരു പുതിയൊരു ചെടി വാങ്ങിച്ചു വെച്ചതാട്ടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ആസ്പെരാഗസ് എന്ന് പറയും, നമ്മുടെ ചതവാരി എവർഗ്രീനൊക്കെ അല്ലേ പണ്ട്, അതിൻ്റെ ഒരു വെറൈറ്റി ഫോം. അപ്പം അത്രയും മാത്രമാണ് ഞാൻ വാങ്ങിച്ചു വെച്ചത്. ബാക്കിയൊക്കെ ഇവിടെയുള്ള ചെടികൾ. ഇപ്പം ഇതൊക്കെ ഒരു ഇല പറിച്ച് വെച്ചാൽ അത് 2 മാസം കഴിയുമ്പോഴേക്കും അതിൽ തന്നെ നല്ല അടക്ക് പോലെ വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.